നിങ്ങൾ ഏതൊരു പ്രസ്ഥാനത്തെയും വിലയിരുത്തുമ്പോൾ ആദ്യമായി അന്വേഷിക്കേണ്ടത് അതിന്റെ ആദർശമേത് എന്നാണ്. ആദർശമാണ് ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം മുസ്ലിങ്ങൾക്ക് അപരിചിതമായ ഒരാദർശമല്ല, പരിചിതമായ ഒരാദർശമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതതിന്റെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതിന്റെ എല്ലാ വിശദീകരണങ്ങളും ഭരണഘടനയിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം. ഈ ആദർശം ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിന് തള്ളിക്കളയാവുന്ന ആദർശമല്ല. ഏതൊരു മുസ്ലിമും അംഗീകരിക്കേണ്ടുന്ന ആദർശമാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലാ മുസ്ലിങ്ങളുടെയും ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാന ആദർശം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥത്തിലും നമുക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ ചെയ്യാവൂ എന്നതാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. യാഥാസ്ഥികരെന്ന് പറയപ്പെടുന്ന സുന്നികളും ഉൽപ്പതിഷ്ടുക്കളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും തബ്ലീഗ് ജമാഅത്തുകാരും എല്ലാവരും അംഗീകരിക്കുന്നത് അവരുടെ ആദർശമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. മാത്രമല്ല അതിന്റെ അർത്ഥമായി അവർ വിശ്വസിക്കുന്നത് ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ ചെയ്യാവൂ എന്നാണ്. ചിലപ്പോൾ സുന്നികളെ കുറിച്ച് ചില ആളുകൾ പറയാറുണ്ട്, അവർ അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ ചെയ്യുന്നു, മുശ്രിക്കുകളെ പോലെ, മക്കാ മുശ്രിക്കുകളെ പോലെ എന്ന്. അത് ശരിയല്ല. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാം എന്ന് സുന്നികളും വിശ്വസിക്കുന്നില്ല. അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുവാനല്ലാതെ ഇവർക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്. അതായത് ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണത് എന്നർത്ഥം. എന്നാൽ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട് എന്ന് മുശ്രിക്കുകൾ സമ്മതിച്ചതുപോലെ സമ്മതിക്കുന്നവരല്ല. അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. പക്ഷെ അല്ലാഹുവിന് മാത്രം ഉള്ളതും അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ലാത്തതുമായ ഇബാദത്ത് ഏത് എന്നുള്ള വിഷയത്തിൽ കേരള മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തെ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അത് വളരെ അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് എന്ന് നമ്മൾ പഠിക്കണം. വ്യത്യസ്ത സംഘങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ അവലോകനം ചെയ്യണം, വിശകലനം ചെയ്യണം. എന്നിട്ട് നമ്മുടേത് അബദ്ധമാണെങ്കിൽ ഏറ്റവും സുബദ്ധമായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. എന്താണ് കേരള മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം? ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയാണ്, ആരാധനയ്ക്ക് പുറത്ത് ഇബാദത്തിന് പ്രവേശനമില്ല, അല്ലെങ്കിൽ ഇബാദത്തിന്റെ പരിധിയിൽ ആരാധനയല്ലാത്ത വിഷയങ്ങൾ വരുന്നില്ല. ആരാധന ഇബാദത്താണ് എന്ന് പറയുന്നവർ തന്നെ രണ്ടു കൂട്ടരാണ്. ഒരു കൂട്ടർ പറയുന്നു ഒരു സംഗതി, ഒരു ആരാധന ഇബാദത്താകണമെങ്കിൽ ആ ആരാധന ആർക്കാണോ അർപ്പിക്കുന്നത് അവർ ഇലാഹാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ചെയ്യണം, അപ്പോൾ മാത്രമേ അയാൾക്കുള്ള ഇബാദത്താവുകയുള്ളൂ. അപ്പൊ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാം, പക്ഷേ അവർ ഇലാഹാണ് എന്ന് വിശ്വസിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാം, ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇലാഹാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന പ്രാർത്ഥനകളും പൂജകളും റുകൂഉകളും
സുജൂദുകളും സ്വലാത്തുകളും മാത്രമേ ഇബാദത്താവുകയുള്ളൂ. അങ്ങനെ അല്ല എന്ന് വിചാരിച്ചുകൊണ്ട്, കേവലം മഹത്തുക്കളാണെന്ന് വിചാരിച്ചുകൊണ്ട് ആരുടെയെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്താൽ, മഹത്തുക്കളാണെന്ന് വിചാരിച്ചുകൊണ്ട് ആരോടെങ്കിലും ദുആ ചെയ്താൽ അത് ശിർക്കാവുകയില്ല എന്നാണ് ഒരു കൂട്ടർ വിശ്വസിക്കുന്നത്. മറ്റേ കൂട്ടർ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. മറ്റേ കൂട്ടർ വിശ്വസിക്കുന്നത് ആരാധനയാണോ എങ്കിൽ ഇബാദത്താണ്. പക്ഷെ ആരാധനയുടെ പുറത്തുള്ള ജീവിതത്തിൽ ഇബാദത്തിന് പ്രവേശനമില്ല, അത് ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ല എന്നാണ്. എന്നാൽ മൂന്നാമത്തെ അഭിപ്രായം, ഒരാൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതിനർത്ഥം അയാളുടെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കുക എന്നാണ്. ആരാധന മാത്രമല്ല, തന്റെ കുടുംബജീവിതം, തന്റെ വ്യക്തിജീവിതം, തന്റെ സാമൂഹ്യ ജീവിതം, തന്റെ സാമ്പത്തിക ജീവിതം, തന്റെ രാഷ്ട്രീയ ജീവിതം, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും പിന്നീട് അള്ളാഹുവിന് സമർപ്പിക്കണം. അപ്പോഴേ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഈ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം അള്ളാഹു അല്ലാത്ത ഒരാൾക്കാണ് പരമമായി സമർപ്പിക്കുന്നതെങ്കിൽ അത് അയാൾക്കുള്ള ഇബാദത്തായി പോകും. അപ്പോൾ ഷിർക്ക് അതിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഇതിൽ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ചിട്ടുള്ള അഭിപ്രായം ഈ മൂന്നാമത്തെ അഭിപ്രായമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് ആരാധിക്കുവാനും എനിക്ക് വണങ്ങുവാനും എനിക്ക് വഴങ്ങുവാനും അല്ലാഹു മാത്രമേ ഉള്ളൂ. അവന്റെ വിധിവിലക്കുകളാണ് ഞാൻ അംഗീകരിക്കേണ്ടത്, അവനെയാണ് ഞാൻ കീഴ്പ്പെടേണ്ടത്, അവനാണ് ഞാൻ വഴിപ്പെടേണ്ടത്. അവനെ വിട്ടുകൊണ്ട് ഞാൻ മറ്റാരെയും അനുസരിക്കുകയില്ല, അവനെ വിട്ടുകൊണ്ട് ഞാൻ മറ്റാർക്കും വഴിപ്പെടുകയില്ല, അവനെ വിട്ടുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ഒരംശവും മറ്റൊരാൾക്ക് ഞാൻ സമർപ്പിക്കുകയില്ല. ഇന്ന സ്വലാത്തി വ നുസുകി വ മഹിയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും എന്റെ ആരാധനാകാര്യങ്ങളും എന്റെ ബലികർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. എന്റെ ജീവിതവും എന്റെ മരണവും മുഴുവൻ അള്ളാഹുവിനുള്ളതാകുന്നു. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതിന്റെ അർത്ഥം ഇതാണ്. ഞാൻ പറഞ്ഞ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് തന്നെയാണ് മുഴുവൻ മുസ്ലിങ്ങളുടെയും വിശ്വാസം, അടിസ്ഥാന ആദർശം. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ തേട്ടം ഇബാദത്ത് അല്ലാഹുവിന് മാത്രം എന്നാണ്. അതിലും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ അള്ളാഹുവിന് മാത്രം നൽകേണ്ടുന്ന ഇബാദത്ത് എന്ത് എന്നുള്ള വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം ശാഖാപരമെന്ന് പറഞ്ഞുകൂടാ. അത് അടിസ്ഥാനത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ്. ആ അഭിപ്രായ വ്യത്യാസത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൻ്റെതായ നിലപാട് ഉണ്ട്. ആ നിലപാട് ജീവിതം മുഴുവൻ അള്ളാഹുവിന് സമർപ്പിക്കുന്നതിനാണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് എന്ന വിശദാംശങ്ങളിലേക്കോ തെളിവുകളിലേക്കോ ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ആദർശത്തിന്റെ രണ്ടാമത്തെ ഭാഗം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കാത്ത ഒരൊറ്റ മുസ്ലിമും കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാളെ മുസ്ലിം എന്ന് പറയുക സാധ്യമല്ല. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ കൂടെ നാം പറയുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മൾ അംഗീകരിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും ഏറ്റ വ്യത്യാസങ്ങളുണ്ട്. അംഗീകരിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും ഏറ്റ വ്യത്യാസങ്ങളുണ്ട്. ഒരു കൂട്ടർ വിചാരിക്കുന്നത് ഖുദൂ അന്നീ മനാസികക്കും,
നിങ്ങൾ എന്നിൽ നിന്നാണ് ആരാധനാ കാര്യങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ആരാധനാ കാര്യങ്ങളാകുന്നു. മൻ അഹദസ ഫീ അംരിനാ ഹാദാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഈ കാര്യം എന്ന് പറഞ്ഞാൽ മതകാര്യം. ഇപ്പൊ മതകാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സംഗതികളെ വേലികെട്ടി നിർത്തിയിരിക്കുന്നു. ഈ വേലികെട്ടി നിർത്തിയിട്ടുള്ള ആ കാര്യത്തിൽ നമ്മൾ റസൂലിനെ അംഗീകരിക്കണം. അതിൽ പെടാത്ത സാമൂഹ്യ ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, രാഷ്ട്രാന്തരീയ ബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മൾ അങ്ങനെ അംഗീകരിക്കണമെന്നില്ല. അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ നടപ്പില്ല. അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അത് നടപ്പില്ല. അതുകൊണ്ട് അത് അംഗീകരിക്കണം എന്ന് വാശി പിടിക്കാതിരിക്കുകയാണ് നല്ലത്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത് സമ്മതിച്ചു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കുന്നതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മാതൃകയാണ്. റസൂൽ എന്ത് നമ്മളോട് പറയുന്നുവോ അത് നമുക്ക് ദീനിൽ തെളിവാണ്. നമ്മുടെ ജീവിതത്തിന് അത് മാർഗദർശനമാണ്. നിങ്ങൾ അള്ളാഹു എന്ത് കൊണ്ടുവന്നോ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് അംഗീകരിക്കണം. റസൂൽ എന്ത് നിരോധിച്ചോ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. റസൂൽ ഒരു സന്ദർഭത്തിൽ ഒരു അമ്പേറ് നടത്തിയതുപോലും, റസൂൽ ഒരു സന്ദർഭത്തിൽ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞതുപോലും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുണ്ടായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നൽകപ്പെടുന്ന വഹിയനുസരിച്ചല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ഉച്ചരിക്കുന്നില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും മാതൃകയാക്കണം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലയും മുഹമ്മദുർ റസൂലുള്ളയും അതിന്റെ പൂർണ്ണമായ അർത്ഥവ്യാപ്തിയോടുകൂടി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി.